വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 9. അക്കാലത്ത് ദൈവത്തിന്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. അവന്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. കർത്താവിന്റെ സുവിശേഷം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9 അധ്യായം 43 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെപ്പറ്റിയും പുനരുത്ഥാനത്തെപ്പറ്റിയുമുള്ള രണ്ടാമത്തെ പ്രഖ്യാപനമാണ് സുവിശേഷം ഇന്ന് അവതരിപ്പിക്കുന്നത്. ശിഷ്യന്മാർക്ക് ക്രൂശിനെ കുറിച്ചുള്ള വാക്കുകൾ മനസ്സിലാകുന്നില്ല. കാരണം തന്റെ സഹോദരന്മാരുടെ ദാസനായി തീരാൻ ആഗ്രഹിക്കുന്ന ഒരു മിശിഹായെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. മഹത്തായ ഒരു മിശിഹായെ കുറിച്ചാണ് അവർ സ്വപ്നം കാണുന്നത്. എങ്കിലും അവർ ഒരു വിശദീകരണവും ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്നില്ല. കാരണം അവരുടെ അജ്ഞത കാണിക്കാൻ അവർ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മെ വിളിക്കുകയാണ്. അവൻ എന്നോട് പറയുന്നത് ഇതാണ്: നീ എന്റെ കൂടെ വാ. ഈ ദൗത്യം എന്റേത് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടേതുമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റാൻ നമുക്ക് ഒരുമിച്ച് പോകാം. സുവിശേഷ യാത്രയിൽ ക്രിസ്തുവിന്റെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കട്ടെ. ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ. ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ.